ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 53-ാമത്തെ സെഷനാണല്ലോ ഇത്. രണ്ടാം സദനത്തെക്കുറിച്ചുള്ള 13-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാം സദനത്തെക്കുറിച്ച് വിശുദ്ധ അമ്മത്രേസ്യ പ്രതിപാദിക്കുന്ന അധ്യായത്തിൻ്റെ 10-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. പിശാച് നിങ്ങളെ അനുഭവിപ്പിക്കുന്ന ഇമാതിരി പീഡനങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടണമെന്നും, അനുചിന്തനം എന്ന് പറയുന്നത് ബാഹുബലം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല, പ്രത്യേക സൗമ്യമായി വന്ന് ചേരേണ്ടതാണെന്നും പിന്നീട് ദീർഘനേരത്തേക്ക് അനുസ്യൂതമായി തുടരാമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതിനാൽ ഇവിടെ അധികം പറയുന്നില്ല. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഞാൻ ബാക്കി തുറന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നല്ല പരിചയമുള്ളവരോട് ആലോചിക്കണമെന്ന സംഗതി വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഇത്തരുണത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നല്ല പരിചയമുള്ളവരോട് പ്രത്യേകം ആലോചിക്കണം. പരിചയമുള്ളവർ നമ്മൾ നേരത്തെ കണ്ടതാണിത്, മദ്രസ സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്. 2 ഗണത്തിൽപ്പെടുന്നവർ ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മരിച്ച് സ്വർഗത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന് സഭ നമുക്ക് ഉറപ്പ് നൽകുന്ന വിശുദ്ധരായ വ്യക്തികൾ. ഉദാഹരണം അമ്മ ത്രേസ്യ, അതുപോലെ ഫൗസ്റ്റീന, എഫ്രാസ്യാമ്മ, കൊച്ചു ത്രേസ്യ. ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ ആത്മീയ ജീവിതയാത്രയിൽ നല്ല പരിചയമുള്ളവരാണ്. അവരുമായിട്ട് ആലോചിക്കണം എന്ന് പറയുമ്പോൾ അവർ പങ്കുവച്ചിരിക്കുന്ന ആത്മീയ ഗ്രന്ഥങ്ങൾ, ആത്മീയ ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ധ്യാന വിഷയമാക്കണം, പഠിക്കണം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതോടൊപ്പം ആത്മീയ ജീവിതത്തിൽ നമുക്ക് വഴികാട്ടികളാകുവാൻ സഭയിൽ ദൈവം നമുക്ക് ക്രമീകരിച്ച് തരുന്ന വ്യക്തികളുണ്ട്. നമ്മുടെ ആത്മീയ പിതാക്കന്മാർ, സഭയിലെ അധ്യക്ഷന്മാർ, അങ്ങനെ ഉത്തരവാദിത്തോടെ നമുക്ക് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന വ്യക്തികൾ. പ്രത്യേകിച്ചും ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധയും താല്പര്യവും ശ്രമവും എടുത്തുകൊണ്ട് മുന്നേറുന്ന വ്യക്തികളുടെ പക്കൽ നിന്നും നമ്മൾ ഉപദേശം സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം, അവരുമായിട്ട് ആലോചിക്കണം എന്ന് ഇവിടെ അമ്മ ത്രേസ്യ പറയുകയാണ്. അല്ല എങ്കിൽ ആവശ്യപ്പെട്ട സാധാരണ കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും മറ്റും പ്രാർത്ഥനയ്ക്ക് വലിയ വിഘാതമായേക്കാമെന്ന് നിങ്ങൾക്ക് തോന്നാനിടയുണ്ട്. സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ കർത്തവ്യങ്ങൾ, ചുമതലകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയജീവിതത്തിൽ നിരക്കുന്നതല്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട് എന്ന് അമ്മ ത്രേസ്യ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അമ്മ ത്രേസ്യയുടെ ജീവിതം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ. ഒരുപാട് ബാഹ്യകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇത്ര ഉന്നതമായ ആത്മജീവിതത്തിൻ്റെ വഴിയിലൂടെ നടന്ന് വിജയിച്ചയാളാണ് അമ്മ ത്രേസ്യ. ഒരുപാട് യാത്രകളും മഠം സ്ഥാപനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം മേടിക്കലുകളും കെട്ടിട നിർമ്മാണവും പണിക്കാരുമായിട്ട് കൂടി അങ്ങനെ പ്ലാൻ ഉണ്ടാക്കലും പണിസ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പണിയിപ്പിക്കലും എല്ലാം അമ്മ ത്രേസ്യ ചെയ്തിട്ടുണ്ട്. ഒത്തിരി അലച്ചിലുകൾ. അപ്പം അതിൻ്റെ എല്ലാ ഇടയിൽ ഇതുപോലെയുള്ള ഒരു ആത്മീയ ഔന്നത്യത്തിൻ്റെ അനുഭവം അമ്മ ത്രേസ്യ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊരു മാതൃകയായിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാധാരണ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇത് ഒന്നും മാറ്റിവെക്കേണ്ടതായിട്ടില്ല. ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് കരിസ്മാറ്റിക് അനുഭവത്തിലൊക്കെ കുറച്ച് കയറി വരുമ്പോഴേക്കും പല സഹോദരിമാർക്കും ഉണ്ടാകുന്ന, ദമ്പതികളായിരിക്കുന്ന വല്ല സഹോദരിമാർക്കും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് ലൈംഗികമായ ജീവിതം, ദാമ്പത്യ ധർമാനുഷ്ഠാനം, ഇതൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് ചേരുന്ന കാര്യമല്ല, ആത്മീയതയ്ക്ക് അത് സഹായകമല്ല. ഈ ഭർത്താവ് എന്താ ഇത് ഇത്ര മനസ്സിലാക്കുന്നില്ലാത്തത്, അദ്ദേഹം നിർബന്ധിക്കുന്നത് എന്താ, എനിക്കെന്ത് കഷ്ടമായത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിത്, എനിക്ക് ഭയങ്കര അനാത്മീയമായ ഒരു അസ്വസ്ഥ ഉളവാക്കുന്ന കാര്യമാണിത്, അവിടെ ഇത് ഒഴിവാക്കണം, അങ്ങനത്തെ കാര്യത്തിൽ ഞാൻ സഹകരിക്കുകയല്ല, അതെനിക്ക് താല്പര്യമില്ല, എനിക്ക് ആത്മീയകാര്യം മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ള ഒരു ചിന്ത ചിലപ്പോഴെന്നല്ല ഇച്ചിരി അധികമായിട്ട് പ്രത്യേകിച്ച് നവീകരണ മേഖലയിൽ പോകുന്ന സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് പുരുഷന്മാർ ഭർത്താക്കന്മാർ ഒത്തിരി അസ്വസ്ഥപ്പെടാൻ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരിക്കലും പാടില്ലാത്തതാണ്. ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണം ഏതെങ്കിലും കാര്യത്തിലുള്ളത് തെറ്റാണ്, മോശമാണെന്ന് പറയുന്ന നമ്മളാരാ? ഭാര്യയും ഭർത്താവും നമ്മളിതേപ്പറ്റി പിന്നീട് ചിന്തിക്കും നമ്മുടെ പ്രമാണങ്ങളെക്കുറിച്ച് വിചിന്തനത്തിൽ. ഇതിപ്പോൾ ഇവിടെ അതേപ്പറ്റി അമ്മ ത്രേസ്യ സൂചന പൊതുവായിട്ട് നൽകുമ്പോൾ ഇതൊരു പ്രത്യേക മേഖല. ദൈവം ആദ്യത്തെ സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് പറഞ്ഞ് ഇണയായിട്ട് ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോൾ ഇണയും തുണയുമായിട്ട് മനുഷ്യർ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്.
അത് പുരുഷന് വേണ്ടിയിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചെന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് ചിലപ്പോഴൊക്കെ ബൈബിളിൽ പോലും നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാം, ഒരു പേട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നൊരു വിചിന്തനമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. അതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് പറയും, പുരുഷൻ ഏകനായിരിക്കുന്ന നന്നല്ല, സ്ത്രീ ഏകയായിരിക്കുന്നത് നന്നല്ല, അവർക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ഇണയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ചേർന്ന ഇണ എന്ന് ദൈവം മനസ്സിൽ പറഞ്ഞപ്പോൾ അവിടുന്ന് വിഭാവനം ചെയ്ത് അവിടുന്ന് സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും ക്രമീകരിച്ച കാര്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് പൂർത്തീകരിച്ചുകൊണ്ട് ആ സാധ്യതകളും ക്രമീകരണങ്ങളും നന്ദിയോടെ സ്വീകരിച്ചും അനുഭവിച്ചും ആഴപ്പെട്ട് അതിനെ മനസ്സിലാക്കിയും കൊണ്ടാണ് പുരുഷനും സ്ത്രീയും ഒന്നായിട്ട് ഈ ഭൂമി ജീവിക്കേണ്ടത്. ഇനി അവർ രണ്ടല്ല ഒന്നാണ് എന്ന് തമ്പുരാൻ പറയുന്ന ദൈവത്തിൻ്റെ ഒരു ഭാവനയിലുള്ള ചിന്തയിലുള്ള പദ്ധതിയിലുള്ള സ്ത്രീ പുരുഷ ദാമ്പത്യത്തിലെ ലയം എന്ന് പറയുന്നത് സാധിക്കേണ്ടത് ഈ ലൈംഗികതയിലൂടെയും കൂടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും എല്ലാ രീതിയിലും സ്ത്രീയിലും പുരുഷ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു മേഖലയിൽ താല്പര്യമില്ല എന്ന് പറയുന്നത്, അല്ലത് വേണ്ടാത്ത ചിന്തിക്കുന്നത് തമ്പുരാൻ്റെ വഴിക്ക് പദ്ധതിക്ക് ചേരുന്നതല്ല നമ്മൾ മനസ്സിലാക്കണം. അതിന് ആ ലൈംഗികമായ കാര്യങ്ങൾ ദമ്പതികൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും പരസ്പരം സ്നേഹത്തോടെ ആദരവോടെ തമ്പുരാൻ്റെ മുമ്പിൽ നന്ദിയുള്ള ഹൃദയത്തോടെ അവരുടെ ശരീരം ആരോഗ്യം അനുവദിക്കുന്ന പോലെ അത് പങ്കുവെച്ചും അനുഭവിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞ് ആഘോഷിച്ച് ജീവിക്കേണ്ടതാണ്. അങ്ങനെയല്ല ഇത് നിലനിൽക്കേണ്ടത്. ഇതിന് ഒരു വശമൊക്കെ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ മറ്റു കാര്യങ്ങൾ, അടുക്കളയിലെ പണികൾ, പറമ്പിലെ ജോലികൾ, നമ്മുടെ ബിസിനസ്, മറ്റു കാര്യങ്ങളെല്ലാം തമ്പുരാൻ്റെ പ്രമാണങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ എടുത്തു പോകാൻ പാടില്ല. പക്ഷെ നിരക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ആരോഗ്യത്തെയും വിശ്രമത്തെയും അവഗണിച്ചുകൊണ്ട് ഓവർ വർക്ക് ചെയ്യുന്നത്, സങ്കീർത്തനം പറയുന്ന പോലെ അതിരാവിലെ എണീക്കുന്നു, രാത്രി വൈകി കിടക്കാൻ പോകുന്നു, അങ്ങനെ അധ്വാനം ആവശ്യമില്ല. കർത്താവിന് പ്രിയപ്പെട്ടത് ഉറങ്ങുമ്പോഴും ദൈവം അവർക്ക് വേണ്ടത് നൽകും. എന്ന് വെച്ചാൽ ഉറങ്ങേണ്ടത് ഉറങ്ങണം, വിശ്രമിക്കേണ്ടത് വിശ്രമിക്കണം, ഞായറാഴ്ച ആചരിക്കണം. അതിൻ്റെ ഇടയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ക്രമത്തിൽ അധ്വാനിക്കണം, നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ അധ്വാനത്തിൻ്റെ ജീവിതയാപനത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജോലികൾ, ജീവസാഹചര്യങ്ങൾ, അതിൽ നിന്ന് മാറി നിൽക്കണതല്ല, ഉപേക്ഷിക്കണം എന്ന അർത്ഥമില്ല ആത്മീയതയിൽ വളരുവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ വിശ്രമം ആവശ്യമാണ്. വിശ്രമം ഉണ്ടെങ്കിൽ ജ്ഞാനം ലഭിക്കുകയുള്ളൂ, ആത്മീയ ശരീരത്തിൻ്റെ പ്രാർത്ഥനയെ പോലെ സഹകരിക്കാൻ പറ്റുള്ളൂ. വിശ്രമം എടുക്കണം. ആ വിശ്രമം എല്ലാം ക്രമീകരിച്ചുകൊണ്ട് പണികൾ നമുക്ക് ഏർപ്പെട്ട് അതിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കണം. ഇപ്പോൾ ഇവിടെ മദ്രസ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്യം വളരെ ആഴപ്പെട്ട അർത്ഥമുള്ളതാണെന്ന് നമുക്ക് തിരിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഒന്നര വായിക്കാൻ ഞാനത്. അല്ലെങ്കിൽ ആവശ്യപ്പെട്ട സാധാരണ കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും മറ്റും പ്രാർത്ഥനയ്ക്ക് വലിയ വിഘാതമായേക്കാമെന്ന് നിങ്ങൾക്ക് തോന്നാനിടയുണ്ട്. ആവശ്യപ്പെട്ട സാധാരണ കൃത്യങ്ങൾ, അനാവശ്യമായിട്ടുള്ളതല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സാധാരണ കൃത്യങ്ങൾ, അത് നമ്മൾ ഏർപ്പെടുക തന്നെ ചെയ്യണം പ്രാർത്ഥനാപൂർവ്വം എന്ന് മദ്രസ പറയുകയാണ്. എന്നാൽ നാം മനഃപൂർവ്വം പ്രാർത്ഥന ഉപേക്ഷിക്കാത്ത പക്ഷം നമ്മെ പഠിപ്പിക്കുവാൻ ആരുമില്ലെങ്കിലും സകല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി തീരത്തക്ക വണ്ണം കർത്താവ് അവയെല്ലാം ക്രമപ്പെടുത്തും. ഇത് വേറൊരു കാര്യം മദ്രസ പറയുകയാണ്. നാം മനഃപൂർവ്വം പ്രാർത്ഥന ഉപേക്ഷിക്കാത്ത പക്ഷം, പ്രാർത്ഥന ഇച്ചിരി വിട്ടുപോകാൻ ഇടവരുന്നു. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെയും ജോലിയുടെ ഉത്തരവാദിത്തങ്ങളുടെ എല്ലാം തിരക്കിനിടയിൽ അങ്ങനെ വരുന്നിടത്ത് രണ്ട് രീതിയിൽ പ്രാർത്ഥന വിട്ടുപോകാം. ഒന്ന്, നമുക്ക് മനഃപൂർവ്വം അങ്ങ് വേണ്ടെന്ന് വെക്കാം. ഇന്ന് കുറേ മടുത്തു, കുറേ അലച്ചിലൊക്കെയായിരുന്നു, ഇനി ഇപ്പം കയറി കിടക്കാം, അല്ലെ ഇച്ചിരി വിശ്രമിക്കുക, ഇച്ചിരി TV കാണാം, അത് പ്രാർത്ഥന പിന്നെയാട്ടെ, അല്ലെ ഇന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരോട് വർത്താനം പറഞ്ഞിരിക്കുക, പ്രാർത്ഥന വേണ്ടെന്ന് വെക്കാം, പ്രാർത്ഥന പിന്നെയാട്ടെ. ഇങ്ങനെ നമ്മൾ അത് മനഃപൂർവ്വം മാറ്റിവെക്കുന്നതാണ്. അങ്ങനെ മാറ്റിവെക്കരുത്. അങ്ങനെ പ്രാർത്ഥന മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ഷീണം ചെയ്യും. നമ്മുടെ ദൈവത്തെക്കാൾ കൂടുതൽ, സ്വർഗീയ സഹായത്തെക്കാൾ കൂടുതൽ മനുഷ്യ വ്യക്തികളെയും മനുഷ്യ സഹായത്തെയും കാര്യങ്ങളെയും പരിഗണിക്കുകയാണ്. അത് തലതിരിഞ്ഞ അവസ്ഥയാണ്. പരദീസയിൽ ആദോവയും ദൈവത്തിൻ്റെ വചനത്തെക്കാൾ കൂടുതൽ കണ്ണിന് കാഴ്ചയ്ക്ക് കൗതുകമുള്ള രുചി തോന്നുന്ന പഴം പറിച്ച് തിന്നാനായിട്ട് പോയി. അപ്പോൾ അവർ തലകീഴ് മറിഞ്ഞു. നമ്മൾ ജഡിക ലോക കാര്യങ്ങൾക്ക്, ബാഹ്യ കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ബാഹ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾ ഉപേക്ഷിക്കരുത്. അതാ പറയുന്നത്. അങ്ങനെ മനഃപൂർവ്വം പ്രാർത്ഥന ഉപേക്ഷിക്കുന്നത് അപകടം തന്നെയാണ്. ഇനി അങ്ങനെ അല്ലാതെ മനഃപൂർവ്വമല്ല, സാഹചര്യവശാൽ തിരക്കിൻ്റെ കാര്യങ്ങളാൽ ഒരു ദിവസം 2 ദിവസം പ്രാർത്ഥനയിൽ ഇച്ചിരി നമുക്ക് പറ്റാതെ വരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ തമ്പുരാനിൽ നിന്ന് മാറിയിട്ടില്ല, മനസ്സുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയിട്ടുമില്ല. പക്ഷെ നമുക്ക് സമയം ആവശ്യത്തിന് ഇരിക്കാനായിട്ട് സാധിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് വലിയ ഉപദ്രവം വരാതെ, ദൂഷ്യം വരാതെ ദൈവം തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് തരും എന്ന് മദ്രസ പറയുകയാണ്.
റോമ 8:28 നമുക്കറിയാമല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി വിളിക്കപ്പെട്ടവർക്ക് സകലത അവിടുന്ന് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. അങ്ങനെ പരിണമിപ്പിക്കുന്ന ദൈവം നമ്മുടെ നിസ്സഹായത നിവൃത്തിയില്ലായ്മയിൽ ഇച്ചിരി പ്രാർത്ഥന നമുക്ക് സമയം അവസരം കൊടുക്കാൻ പറ്റിയില്ല. പ്രാർത്ഥന ഇച്ചിരി വേണ്ടവർ ശ്രദ്ധയോടെ എല്ലാം പറഞ്ഞ് ഇരിക്കാൻ സാധിച്ചില്ല എങ്കിലും പറ്റുന്നപോലെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോരായ്മ വരാതെ തമ്മിൽ നമ്മളെ നയിക്കുമെന്നർത്ഥം. അതേസമയം നമ്മൾ മറുവശം കാണണം, എന്നാൽ പിന്നെ എന്നും അങ്ങനെ അങ്ങ് ആയാൽ മതിയല്ലോ, അത് പറ്റിയല്ല. നമുക്ക് ഭക്ഷണം നമുക്ക് ഓരോ ദിവസം എന്തുമാത്രം വേണമെന്ന് നമുക്കറിയാം. രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കേണ്ട അതിൻ്റെ അളവ് ക്രമം നമുക്കറിയാം. എന്നാൽ നമ്മൾ ഒരു തിരക്ക് പിടിച്ച ദിവസം, യാത്രയുടെ ഒരു ദിവസം, ചിലപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരികയില്ല, ആ സമയത്ത് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് വരികയില്ല. അപ്പോൾ എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഇച്ചിരി പഴങ്ങൾ മേടിച്ച് കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് മേടിച്ച് കഴിച്ചു, യാത്രയ്ക്ക് നിന്നുകൊണ്ട് കഴിച്ചു, അങ്ങനെ അങ്ങ് പോയി. യാത്രയുടെ തിരക്കോട് തിരക്കാണ്, സമയം ഇരുന്ന് കഴിക്കാൻ നേരം കിട്ടുന്നില്ല. അങ്ങനെ തിരക്കിനിടയിൽ നമ്മൾ ഭക്ഷണം ചിലപ്പോൾ മാറ്റി വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നതല്ല, എന്തെങ്കിലും നമ്മൾ കഴിച്ച് നിൽക്കാൻ നോക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ആത്മീയ ജീവിതത്തിലും തിരക്കോട് തിരക്ക് വരുന്ന ചില അവസരങ്ങളിൽ 1, 2, 3 ദിവസമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ, ചിലപ്പോൾ ഒരു വലിയ ആഘോഷം, പള്ളിയിലെ പെരുന്നാൾ, ഒരു അച്ഛന് നല്ല തിരക്കാണ്, അല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണം വരും, അല്ലെങ്കിൽ മരിച്ചെടുക്ക് വരുമ്പം വലിയൊരു ദൂരെ യാത്ര പോകണം, ഇപ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ ദിവസങ്ങളിലേക്ക് പോരായ്മ വരാം. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോഴോ സ്വസ്ഥമായിട്ട് ആത്മീയമായിട്ട് നല്ലതുപോലെ ആത്മീയ ഭക്ഷണം നമ്മൾ കഴിക്കുകയും ചെയ്യണം. അങ്ങനത്തെ ചിട്ട. അപ്പം അങ്ങനെയുള്ള ഒരു ക്രമത്തിൽ പോകുന്ന വ്യക്തി ഏതാനും അവസരങ്ങളിലേക്ക് പ്രാർത്ഥന ഇച്ചിരി പറ്റാതെ വന്നാൽ പോലും മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നതല്ല, അതൊരു പോരായ്മയായിട്ട് വരാതിരിക്കാൻ കർത്താവ് അതെല്ലാം ക്രമപ്പെടുത്തും എന്ന് അമദ്രേശ ഇവിടെ ഉറപ്പ് തരികയാണ്. കാര്യം മനസ്സിലായല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ഉപേക്ഷിച്ച് കളഞ്ഞുവെന്ന ദൗർഭാഗ്യത്തിനോ എന്നാൽ അത് പുനരാരംഭിക്കുകയല്ലാതെ വേറെ പ്രതിവിധി ഒന്നുമില്ല. എന്തെങ്കിലും കാരണം മുട്ടു ന്യായങ്ങൾ കണ്ടുപിടിച്ചിട്ട് മുടന്ന ന്യായങ്ങൾ എടുത്തിട്ട് പ്രാർത്ഥന അങ്ങ് ഉപേക്ഷിച്ചു, മാറ്റിവെച്ചു, ഇത് കുരിശ് വരച്ചില്ല, കൊന്ത ചൊല്ലിയില്ല, സ്തുതിച്ചില്ല, കരുണക്കൊന്ത ചൊല്ലിയില്ല, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ബോധ്യങ്ങളനുസരിച്ചുള്ള പ്രാർത്ഥന അത് നമ്മൾ ഉപേക്ഷിച്ചങ്ങ് പോയാൽ അതിന് പിന്നെ വേറെ പ്രതിവിധി ഒന്നുമില്ല. എത്രയും വേഗം പുനരാരംഭിക്കുക, എത്രയും വേഗം പുനരാരംഭിക്കുക. ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വരിക എന്ന് വചനം പറയുന്ന പോലെ തിരിച്ചു വരിക എന്നുള്ളതല്ല വേറെ ഒരു മാർഗവും ഇല്ല. അത് നമ്മൾ പ്രാർത്ഥന കുറേ ഇങ്ങനെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാൽ ഒരു തിരിച്ചു കയറി വരാൻ ബുദ്ധിമുട്ടും വരും എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രാർത്ഥനാശീലം തന്നെ ദിവസം തോറും ക്ഷയിച്ചു പോകും. അതിപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത്, പ്രാർത്ഥന മനഃപൂർവ്വം മാറ്റി വെച്ചിട്ട് 1 ദിവസം 2 ദിവസം 3 ദിവസം അങ്ങനെ മുന്നോട്ട് പോയാൽ ആ ശീലം തന്നെ നമുക്ക് ഇല്ലെന്നായി പോകും. ഇവിടെ തിരിച്ചു കയറുക എന്ന് പറഞ്ഞ ഇരട്ടി ബുദ്ധിമുട്ടായിട്ട് വരും. എല്ലാ ദിവസവും തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടുപ്പിൽ പിറ്റേ ദിവസം തീ കത്തിക്കാൻ എളുപ്പമാണ്. പക്ഷേ നാളുകളായിട്ട് തീ കത്തിക്കാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരടുപ്പിൽ തീ കത്തിക്കാനായിട്ട് വരുമ്പോൾ അതിനകത്ത് മണ്ണും ചെളിയും ചപ്പും ചവറും നനഞ്ഞു പെറുക്കി എല്ലാം അവിടെ കത്താൻ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രാർത്ഥന ഉപേക്ഷിച്ച അവസ്ഥ ഏത് കാര്യം അങ്ങനെ തന്നെയാണല്ലോ. ശീലമായിട്ട് കൊണ്ടുപോയാൽ അതിനകത്ത് കുറേ എളുപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഭാവനയ്ക്കും എല്ലാം നമുക്ക് സഹായമായിട്ട് അവയെല്ലാം നമുക്ക് കിട്ടും. ശീലമായിട്ട് കൊണ്ടുപോയാണ് പ്രാർത്ഥനയുടെ ആത്മീയ ശീലങ്ങൾ നമ്മൾ ദൈവഭക്തിയിൽ പരിശീലനം നേടുക എന്ന് പറയുമ്പോൾ ആ ശീലങ്ങൾ പരിശീലിപ്പിച്ചെടുക്കുക, ആഴപ്പെടുത്തിയെടുക്കുന്ന അർത്ഥമുണ്ടല്ലോ. അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രാർത്ഥനാ ശീലം തന്നെ ക്ഷയിച്ചു പോകും. മദ്രസ പറയുകയാണ്, ആ വിപത്ത് നമ്മെ ബോധ്യപ്പെടുത്താൻ കർത്താവ് തിരുമനസ്സാകട്ടെ. അങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകാതെ ആ അപകടം ഒഴിവാക്കാൻ മാത്രമുള്ള ബോധ്യത്തോടെ നീങ്ങാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് മദ്രസ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.